ഹലോ ഗൈസ്, എല്ലാവർക്കും SPM ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒത്തിരി നാളെന്ന് വെച്ചാൽ ഏകദേശം ഒരു മാസത്തോളമായി. അതിൻ്റെ കാരണങ്ങളെല്ലാം അടക്കി ഒരു വീഡിയോ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ ചെറിയൊരു സോളാർ പാനലൊക്കെ വെച്ച് ചെറിയൊരു പ്രോജക്റ്റ് വർക്ക് നമ്മളങ്ങനെ ചെയ്തായിരുന്നു. ചെറിയൊരു വർക്കെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ വീട് ഫുള്ളേ നമ്മൾ DC വയറിങ് ചെയ്ത് അങ്ങനെ സെറ്റാക്കി. ഇപ്പം ഫുള്ള് സോളാറിലാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പം എടുക്കുന്ന തന്നെ നമ്മൾ സോളാറെല്ലാം സെറ്റ് ചെയ്ത് ഒരു 2 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഈ ചെയ്തേക്കുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് ഒട്ടും പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ പക്ഷേ നമ്മളൊരു 12 വോൾട്ടിൻ്റെ ഒരു ചെറിയൊരു സോളാർ പാനലും 12 വോൾട്ട് 100 വാട്ടിൻ്റെ 12 വോൾട്ടും 100 വാട്ടിൻ്റെ ചെറിയൊരു സോളാർ പാനൽ വെച്ച് നമ്മൾ ഈ വീട് ഫുള്ള് നമ്മളിപ്പം ചെയ്തിരിക്കുന്ന ലൈറ്റാണ്. അപ്പോൾ പക്ഷേ നമ്മളങ്ങനെ ഈ വീട്ടിൽ നമ്മൾ ഫുള്ള് നമ്മുടെ സോളാറിൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ചാർജ് കൺട്രോള്. കണ്ടോ, ഇപ്പം സമയം ഇത് ഏകദേശം ഒരു 5 മണി ഒരു 5:30 ആയിട്ടുണ്ട്. കണ്ടോ, എന്നിട്ടും ചാർജ് കയറുന്നുണ്ട്. അതിൻ്റെയാണ് ആ സിമ്പിൾ കാണിക്കുന്നത്. കണ്ടോ, ഇവിടെ സോളാറിൽ നിന്ന് ചാർജ് കയറുന്നതിൻ്റെയാണ് ഇവിടെ മിന്നിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബാറ്ററി ഫുള്ളാണ്. പിന്നെ ബാറ്ററി ഔട്ടിൻ്റെ ആണ് ഇത്. നമ്മളിവിടെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടന്നുണ്ട്. നമുക്കിവിടെ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് ഓഫ് ആക്കാം, ഓണാക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ വയറിംഗ് എല്ലാം അങ്ങനെയാണ് ഈ ചാർജ് കൺട്രോളിൻ്റെ ഗുണം. ഈ ചാർജ് കൺട്രോളിന് ഏകദേശം ഒരു 1000 രൂപയും കൂടെ ആയിട്ടുണ്ട്. ഏകദേശം ഈ ചാർജ് കൺട്രോളിന് ഒരു 1000 രൂപ ആവും. പിന്നെ ഇതാണ് നമ്മുടെ ബാറ്ററി ഞാനൊരു സെക്കൻഡ് ബാറ്ററി മേടിച്ചതാണ്. ഇതൊരു കാർ ബാറ്ററിയാണ്. ഇത് ഏകദേശം ഒരു 33Ah ഒരു ബാറ്ററിയാണ്. ഇത് നല്ല ബാറ്ററിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് സെക്കൻഡ് ബാറ്ററി തന്നെയാണ്. കാരണം ഒരു പുതിയ ബാറ്ററിയൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് നടക്കത്തില്ല. പിന്നെ ഇവിടെ ഞാൻ ചെറിയൊരു DV വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സോളാറിൽ നിന്ന് വരുന്ന സപ്ലൈ ആണ്. സോളാറിൽ നിന്ന് വരുന്ന സപ്ലൈക്ക് വേണ്ടിയാണ് ഞാനിവിടെ ചെറിയൊരു DV ബോക്സ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വല്ല ഇടിയൊക്കെ വെട്ടുവാണെന്നുണ്ടെങ്കിൽ ഓഫാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇടിയും കൊല്ലിയാലൊക്കെ ഉള്ള സമയത്ത് സോളാറിൽ നിന്ന് ചിലപ്പോൾ ഹൈ പവർ കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഈ സാധനമൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ചാർജ് കൺട്രോളൊക്കെ അടിച്ചു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതിനാണ് ഞാനിപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ DC വയറിങ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നുണ്ട് ഈ ഒരു സ്റ്റിപ്പ് ലൈറ്റാണ്. നമ്മുടെ വീട് ഫുള്ളേ കൊടുത്തേക്കുന്ന സ്റ്റിപ്പ് LED ആണ്. കണ്ടോ, ഇപ്പോൾ ഈ ഒരു LED പവറുള്ള ഘട്ടമാണ് നമ്മുടെ ഈ റൂമിൽ ഫുള്ള് കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു റൂമുണ്ട്. നമ്മുടെ ചെറിയ റൂമിലോട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എന്തുകൊണ്ട് അപ്പോൾ അത്യാവശ്യം ഈ റൂമിലേക്ക് ആവശ്യമുള്ള ഘട്ടമുണ്ട്. അതാണ് അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ നമ്മുടെ വെളിയിലാണ്, സിറ്റൗട്ടിൽ. കണ്ടോ, സിറ്റൗട്ടിൽ കൊടുത്തേക്കുന്നത് ചെറിയ സ്റ്റെപ്പ് LED ആണ്. ഇത് രാത്രി നല്ല അടിപൊളി ഘട്ടമാണ്. അതുപോലെ തന്നെ നമുക്കിതെല്ലാം ഓഫ് ചെയ്യാം. പിന്നെ കൊടുത്തേക്കുന്നത് നമ്മുടെ ഹോളിൻ്റെ അകത്താണ്. ഉണ്ട്, ഹോളിൻ്റെ അകത്ത് കാണുന്നതും സ്റ്റെപ്പ് LED തന്നെയാണ്. അത് ഹോളിൻ്റെ അകത്തും നമ്മുടെ ഈ റൂമിലും ഉണ്ട്. ഇവിടെയാണ് അതിൻ്റെ രണ്ടിൻ്റെ സ്വിച്ച് ഒക്കെ വെച്ചേക്കുന്നത്. ഉണ്ടോ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മളങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ അടുക്കളയിലാണ്. അടുക്കളയിലും നമ്മൾ ഉണ്ട്. അടുക്കളയിലും നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, ഇതും സ്റ്റെപ്പ് LED ആണ്. പിന്നെ നമ്മുടെ അടുക്കളയുടെ വെളിവശത്തും ഉണ്ട്. ഉണ്ടോ, ഇവിടെ ഉണ്ട് സ്റ്റെപ്പ്. അങ്ങനെ അപ്പോൾ പക്ഷേ നമ്മളങ്ങനെ ഈ ഒരു വീട് ഫുള്ള് നമ്മളങ്ങനെ DC വയറിങ് രണ്ടാമത് ചെയ്ത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് തരുന്നതാണ്. അങ്ങനെ സോളാർ പാനലും കാര്യങ്ങളെല്ലാം നമ്മളങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ സിറ്റൗട്ടിന് മണ്ടയ്ക്കാണ്. അപ്പോൾ നമുക്ക് കയറി സോളാർ പാനലിലൂടെ നമുക്കൊന്ന് കാണാം. ഈ കാണുന്നതാണ് നമ്മുടെ 12 വോൾട്ടും 100 വാട്ട്സിൻ്റെ സോളാർ പാനൽ. ഈ ഒരു പാനലിലാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ സോളാറിൻ്റെ വയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്.
അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മളങ്ങനെ ഇത്ര രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സോളാർ പാനൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വീട് ഫുള്ള് നമ്മളങ്ങനെ DC വയറിങ് ചെയ്ത് സെറ്റാക്കിയിരിക്കുന്നത്. ഒന്നും പറയില്ല ഗൈസ്, പൊളി സാധനമാണ്. നമ്മുടെ ഏകദേശം നമുക്ക് വരുന്ന കറണ്ട് ബില്ലെന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ വീട്ടിൽ വരുന്ന കറണ്ട് ബില്ല് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1500, 1800, 2000 രൂപയൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ വീട്ടിലെ കണക്ഷനുകൾ ഫുള്ള് നമുക്ക് ഈ സോളാറിലാക്കാൻ പറ്റത്തില്ല. ഇനി അതിന് പാലനും കാര്യങ്ങളൊക്കെ ഇനി വേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ DC നമ്മൾ ബൾബ് മാത്രമേ ബൾബും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മളിപ്പോൾ സെറ്റാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് പെതുക്കെ ഫാന്, മിക്സി, ഗ്രൈൻഡർ മുതലായ ഈ ഒരു സാധനങ്ങളെല്ലാം നമ്മളിനി സോളാറ് സെറ്റ് ചെയ്യണം ഒക്കെയാണ് നമ്മുടെ പ്ലാനിങ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ബാക്ക് സൈഡിൽ വെച്ചിരിക്കുന്നതാണ് ദണ്ടാ കാണുന്ന LED സ്റ്റെപ്പ്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ വീട് ഫുള്ള് നമ്മളങ്ങനെ DC വയറിങ് ചെയ്ത് ഫുള്ള് നമ്മൾ സോളാറിലാക്കിയേക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ 2 മാസത്തിന് ശേഷം നമുക്കിനി നോക്കണം നമ്മുടെ കറണ്ട് ബില്ല് എന്തുമാത്രം കുറവ് വന്നെന്ന്. ഏകദേശം ഈ പ്രാവശ്യം വന്നത് 1500 രൂപയാണ്. കുറവായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാൻ തന്നെ 4 ഫാന് പിന്നെ ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കും. എന്തായാലും ഇനിയും വരുന്നത് എൻ്റെ കറണ്ട് ബില്ലിന് മിക്കവാറും നമ്മുടെ ലൈറ്റ് പരമായിട്ടുള്ള ചാർജ് കൂടത്തില്ല. ഇനി നമുക്ക് ഇനി നമുക്ക് വരാനുള്ളത് ഫ്രിഡ്ജിൻ്റെ ഫാൻ്റെയാണ്. അതായത് 4 ഫാനും ഒരു ഫ്രിഡ്ജും വർക്ക് ചെയ്താൽ എന്തുമാത്രം കറണ്ട് ബില്ല് വരും എന്നേ ഉള്ളൂ ഇനി അടുത്തത്. ഇനി നമുക്ക് താമസിക്കാതെ അതും കൂടെ നമുക്ക് സോളാറിലേക്ക് ഇനി മാറ്റണം. അപ്പോൾ ഏകദേശം നമുക്ക് ഈ വർക്ക് നമുക്ക് ഫുള്ള് ചെയ്ത് എടുക്കാൻ വേണ്ടി എനിക്ക് ഏകദേശം ഒരു 7500 രൂപയോളം ആയിട്ടുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സോളാർ പാനലിൽ 12 വോൾട്ട് 100 വാൾട്ടിൻ്റെ സോളാർ പാനലിന് ഏകദേശം 4000 രൂപ വന്നു. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാർ ബാറ്ററിയാണ്, സെക്കൻഡ് ബാറ്ററിക്ക് ഒരു 1000 രൂപ ആയിട്ടുണ്ട്. പിന്നെ അല്ലറ ചില്ലറ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ച് വയറൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നു. നമ്മളിപ്പം ഇവിടെ ചെയ്തിരിക്കുന്ന 2.5 4 കോറും ഒക്കെ ഇട്ടാണ് നമ്മൾ ഈ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വയറൊക്കെ ഇട്ടാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ വയർ 1ൻ്റെ ഒക്കെ വയർ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കൊടുക്കുന്ന ബൾബ് വന്നപ്പോൾ നമ്മൾ യു പി ഒത്തിരി പോകുന്നതാണല്ലോ. അപ്പോൾ ഏറ്റവും അവസാനമൊക്കെ ഫിറ്റ് ചെയ്യുന്ന സാധനത്തിനൊന്നും വെട്ടമൊന്നും കാണത്തൊന്നുമില്ല. അവിടെ ഒരു ലോ വോൾട്ടേജ് വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ എല്ലായിടത്തും നമ്മൾ 2.5 തന്നെ ഇട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ സോളാറിൽ നിന്ന് വരുന്നതും ബാറ്ററിയിലൂടെ വരുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ 4 കോർ ഇട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയ്ക്കകത്ത് ഇനി നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സാധനം കുഷിച്ചിൻ ബൈ ടാറ്റാ.